CPIM ഇടുക്കി ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ വകുപ്പുകൾക്കെതിരെ വിമർശനം ആവർത്തിച്ചു പ്രതിനിധികൾ. NCP തീരുമാനിച്ചിട്ടും വനമന്ത്രിയെ മാറ്റാൻ CPIM തടസ്സം നിൽക്കുന്നു. വന്യജീവികൾ ആളെ കൊല്ലാൻ വേണ്ടിയാണോ മന്ത്രിയെ CPIM നിലനിർത്തുന്നതെന്ന് ജനങ്ങൾ പരിഹാസത്തോടെ ചോദിക്കുന്നുവെന്നും സമ്മേളനത്തിൽ വിമർശനം. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, വിശദാംശങ്ങൾ. രജിത്ത്, ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ സർക്കാർ വകുപ്പുകൾക്കെതിരെ അടിമുടി വിമർശനമാണ്. NCP തീരുമാനിച്ചിട്ടും വനമന്ത്രിയെ മാറ്റാൻ CPIM തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായി പറയുന്നത്. ആളെ കൊല്ലാൻ വേണ്ടിയാണോ മന്ത്രിയെ CPIM നിലനിർത്തുന്നതെന്ന് ജനങ്ങൾ പരിഹാസത്തോടെ ചോദിക്കുന്നുവെന്നും പ്രതിനിധികൾ ഈ വിമർശനമായി ഉന്നയിക്കുന്നുണ്ട്. അനധികൃത സമ്പാദിക്കുന്നവരെ നിലയ്ക്ക് നിർത്താൻ ഇനിയെങ്കിലും പാർട്ടിക്ക് കഴിയണം. പണം പിരിക്കുന്നവർ ആരാണെന്ന് നേതാക്കൾക്കും പ്രവർത്തകർക്കും എല്ലാം അറിയാം. പുറത്തു പറഞ്ഞാൽ അവരെ കൈകാര്യം ചെയ്യുമെന്ന ഭയമുള്ളതിനാലാണ് പലരും ഒന്നും മിണ്ടാതിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ പക്ഷേ നടപടിയെടുക്കുമെന്നാണ് ജില്ലാ സെക്രട്ടറി മറുപടി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിക്കെതിരായ വ്യക്തിപൂജയ്ക്കെതിരെയും വിമർശനമുണ്ട്. മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുള്ള സ്തുതിഗീതത്തിലായിരുന്നു വിമർശനമുണ്ടായത്. ഇതിൽ ഏറ്റവും പ്രധാനമായും വന്ന മറ്റൊരു വിമർശനം സ്മാരകം എവിടെ എന്നായിരുന്നു. കാരണം 1.5 കോടി രൂപ സമാഹരിച്ചിട്ടും SFI ജില്ലാ ഓഫീസായി ധീരജ് സ്മാരക മന്ദിരം നിർമ്മിച്ചില്ല എന്നുള്ളതാണ് പ്രധാന വിമർശനം. വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്നും തടസ്സങ്ങൾ സാങ്കേതികമാണെന്നുമാണ് ജില്ലാ നേതൃത്വത്തിന്റെ മറുപടിയും വന്നിരിക്കുന്നത്. മാത്രമല്ല, DYSI കോൺട്രാക്ടർമാരിൽ നിന്നും പണം മേടിച്ച് കടകൾ തിരിച്ചോർ വാങ്ങി കൊടുക്കുന്നു. ഈ രീതി ശരിയായ പ്രവണതയല്ലെന്നും വിമർശനം ഉന്നയിക്കുന്നുണ്ട് പ്രതിനിധികൾ. ശരി, രാഹുൽ വിജയൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുക.